ഞാൻ പണ്ട് നഴ്സുമാർ ക്ലാസ് എടുത്ത് ചോദ്യം ചോദിച്ചാൽ നിങ്ങളോട് ചോദിക്കാം, നമുക്കാരാണ് ശമ്പളം തരുന്നത്? ഇല്ല, ആരോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആരാണ്? പറഞ്ഞോ, വെറുതെ പറഞ്ഞോ. ലത്തീഫ് സാറോ? ലബീബ്? കുറച്ചുകൂടി നന്നായി ഒന്ന് ചിന്തിച്ച് പറഞ്ഞു നോക്കിയേ, ആരാണ് നമുക്ക് സാലറി തരുന്നത്? പേഷ്യൻസ് ആണോ? കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് നോക്കി. അല്ല, ഞാൻ ശമ്പളത്തിൻ്റെ കാര്യം എടുത്തിട്ടപ്പോൾ തന്നെ ഇവർ അത് വേണ്ട, അത്തരം മോട്ടിവേഷൻ വേണ്ട, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ല, അത് വേറെ. നിങ്ങളും എനിക്കറിയില്ല, അതവിടെ നടക്കട്ടെ. പേഷ്യൻസ് ആണോ അതോ ബൈസ്റ്റാൻഡർ ആണോ? ബൈസ്റ്റാൻഡർ അല്ലേ? ആശുപത്രിയിലെ നിയമങ്ങളൊക്കെ ആർക്കെതിരാണ്? ബൈസ്റ്റാൻഡർക്ക് എതിരാണ്. രോഗിക്ക് എന്തും ചെയ്യാം. ഇവിടെ ഇരിക്കരുത് എന്ന് എഴുതിയെടുത്തത് രോഗിക്ക് കിടക്കാം. കാരണം ബോധം കെട്ടുപോയതാണ്. തുപ്പരുത് എന്നെഴുതിയ സ്ഥലത്ത് രോഗി ഛർദ്ദിക്കും. കാരണം ഞാൻ രോഗിയാണ്. രോഗി പ്രിവിലേജ്ഡാണ്. അതിൻ്റെ ഒപ്പം വന്ന ആ പാവം മനുഷ്യല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത, അയാൾ വേറെ ഇങ്ങോട്ടോ പോകാൻ നിന്നതായിരുന്നു. ആ സമയത്താണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ പടക്കം പൊട്ടിച്ച് കൈ പോയിട്ട് ഒരാൾ ആശുപത്രിയിലായിട്ട്. ഇയാൾ ഇപ്പം ഈ ബൈസ്റ്റാൻഡർ എപ്പോഴും തിരക്കിലായിരിക്കില്ലേ? ആയിരിക്കും. നിങ്ങൾ പറ. രോഗി വളരെ ഫ്രീ അല്ലേ? ബൈസ്റ്റാൻഡർക്ക് എതിരാണ് മിക്കവാറും. ഈ ബൈസ്റ്റാൻഡറെ ശത്രുവിനെ പോലെ കാണുന്ന ഒരാളുടെ പേരുണ്ട്, സെക്യൂരിറ്റി. ആരാ പറഞ്ഞ മനുഷ്യൻ? സാറേ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, തരാം കേട്ടോ. സെക്യൂരിറ്റി. അപ്പൊ ഈ പാവ മനുഷ്യൻ ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? ബൈസ്റ്റാൻഡറാണ് നമുക്ക് ശമ്പളം തരുന്നത്. ശരിക്കും ഹോസ്പിറ്റൽ പോലും അല്ല, രോഗികൾ ബൈസ്റ്റാൻഡറാണ്. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീർക്കുന്നത് ഇയാളുടെ പുറത്താണ്. അങ്ങോട്ട് ഓടിക്കോ, ഇങ്ങോട്ട് ഓടിക്കോ. പിന്നെ എന്തൊക്കെയാ? ബൈസ്റ്റാൻഡർ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ? വരട്ടെ, എല്ലാം പുറത്തേക്ക് വരട്ടെ. ഉണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും?